വചനമൊഴി ജനുവരി 20. വചനഭാഗം 2 കോരിന്തോസ് 2:12-17, മത്തായിയുടെ സുവിശേഷം 4:12-17. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോയുടെ പരസ്യജീവിത ആരംഭത്തെക്കുറിച്ചുള്ള കാര്യമാണ്. തന്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ ഈശോ തന്റെ സ്വദേശമായ നസ്രത്ത് വിട്ട് കഫർനാമിൽ വന്ന് താമസിക്കുന്നു എന്നാണ് സുവിശേഷകൻ പറയുന്നത്. കഫർനാമിൽ താമസിച്ചുകൊണ്ടായിരുന്നു ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെല്ലാം. സെബലൂൺ നഫ്താലി പ്രദേശത്ത് ഈശോ പ്രസംഗിച്ച് തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഈശോ സ്വദേശമായ നസ്രത്ത് വിട്ട് സെബലൂൺ നഫ്താലി പ്രദേശങ്ങളുടെ അതിർത്തിയിൽ ചെന്ന് സമുദ്രതീരത്തുള്ള കഫർനാമിൽ താമസിച്ചു എന്നാണ് പറയുന്നത്. ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്തിൽ മുഴുവൻ ഈശോ പ്രവർത്തിച്ചത് കഫർനാമിൽ പത്രോസിന്റെയും അന്ത്രോസിന്റെയും ഭവനത്തിൽ താമസിച്ചുകൊണ്ടായിരുന്നു എന്നാണ് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കുന്നതും പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നതും. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയ പ്രകാശം ദർശിച്ചു എന്നാണ് ഈശോയുടെ പരസ്യജീവിത ആരംഭത്തെക്കുറിച്ച് പറയുന്നത്. സത്യദൈവത്തെ അറിയാതെ അന്ധകാര ശക്തികൾക്ക് കീഴിൽ കഴിഞ്ഞിരുന്നവർക്ക് വലിയ പ്രകാശമായി ഉദയം ചെയ്തതാണ് മിശിഹ. ലോകത്തിലേക്ക് വരാനിരുന്ന യഥാർത്ഥ പ്രകാശത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്. ആ യഥാർത്ഥ പ്രകാശമായി ഉദയം ചെയ്ത മിശിഹ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നതാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. ഈശോയുടെ പ്രസംഗത്തിന്റെ എല്ലാം അന്തസത്ത സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ എന്നുള്ളതാണ്. സ്വർഗരാജ്യം സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകുക, സ്വർഗരാജ്യത്തിന് ചേർന്ന ജീവിതചര്യ പാലിക്കുക, അതാണ് ഈശോയുടെ സുവിശേഷം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ അവിടുന്ന് പ്രബോധിപ്പിക്കുന്നതും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ട യോഗ്യതകളാണ്. പൗലോസ് ശ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നതും മിശിഹായുടെ പരിമളങ്ങളായി മാറുവാനാണ്. ശ്ലീഹ തന്നെ ദൈവത്തിന് മിശിഹായുടെ പരിമളമാണ്. തന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മിശിഹായുടെ പരിമളമായി വർദ്ധിക്കുന്നതിൽ അഭിമാനിക്കുകയാണ് ശ്ലീഹ ചെയ്യുന്നത്. ശ്ലീഹായെ പോലെ വാക്കിലും പ്രവൃത്തിയിലും മിശിഹായെ അനുകരിച്ച് ദൈവത്തിന്റെ പരിമളമായി മാറുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.